നബിയെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അതേവരെ പരസ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ദാറുന്നതയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്ത നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് ആ നബിയെ കൈവാലയത്തിന്റെ മത്താഫിൽ ചെന്നിട്ട് വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമറേ ഞാനല്ലേ പറയുന്നത്. ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ചരിത്ര പ്രസിദ്ധമായ ഘോഷയാത്ര നടത്തി സഹാബത്തിന് 2 ലൈനായിട്ട് നിർത്തി. ഒന്നിന്റെ മുൻഭാഗത്ത് നിന്നത് ഇസ്ലാമിന്റെ ചീറ്റപ്പോലെ ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാമത്തെ ഭാഗത്ത് നിന്നതാരെന്നറിയോ? ഇസ്ലാമിന്റെ ഗർജിക്കുന്ന സിംഹം അസദുല്ലാഹി ഹംസത്തുൽ ഖറാ. ഒരു നേതൃത്വത്തിന് ആദ്യമായിട്ട് ഘോഷയാത്ര നടന്നത് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ വിജയാഹ്ലാദം നടത്തിയതല്ല. അത് പച്ചക്കറിലോ ചുവന്നകളിലോ 2 വല്ലാത്തെടുത്ത് നടന്നതിനേക്കാൾ ആദ്യമായിട്ട് 2 ലൈനാണിട്ടിട്ട് ഒന്നിന്റെ മുൻഭാഗത്ത് ഹംസത്തുൽ ഖറാറിന്റെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന വാള് കൊടുത്തു. രണ്ടാമത്തെ ലൈനിന്റെ ഭാഗത്ത് ഉമർ നിന്നിട്ട് അതിന്റെ 2ന്റെയും നടുവിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിർത്തി. കഅബാലയത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ മാർച്ച് വന്നപ്പോ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമുള്ളവര് പേടിച്ച് 2 മാറി നിൽക്കുകയാ. തൊടാൻ ധൈര്യമില്ല. കാരണമെന്താ? ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഉമറാ, മറുഭാഗത്ത് ഹംസയാ. തൊട്ടാൽ വിവരമറിയാമെന്നറിഞ്ഞ് പഞ്ചപുച്ഛമടക്കിയിട്ട് വിനീത വിധേയരെ പോലെ മാറി നിൽക്കുമ്പോ കഅബാലയത്തിന്റെ മത്താഫിലേക്ക് ഹബീബായ മുത്തിന്റെ ഇടത്തും വലത്തും നിന്നിട്ട് ഉറക്കെ പറയും നബിയേ അല്ലാഹുവിന്റെ റസൂൽ സ്വാതന്ത്ര്യത്തോടെ ആദ്യമായിട്ട് ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ അശ്രുബിന്ദുക്കൾ കെട്ടിക്കിടക്കവേ അബൂജഹലിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഉമർ ചോദിച്ചു ആരുണ്ടടാ? അല്ലാഹുവിന്റെ റസൂലിനെ തൊടാ. ഉമറിന്റെ ശരീരത്തോടെ ഏറ്റുമുട്ടാൻ കഴിയുന്ന ഉമ്മാന മുലപ്പാൽ കുടിച്ചവര് കടന്നു വരട്ടെ. അബൂജഹലിനെ വിശ്വസിക്കാൻ കഴിയില്ല. 10 മിനിറ്റ് കൊണ്ട് മുഹമ്മദിന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വാൾത്തലപ്പുകളെ അന്തരീക്ഷത്തിൽ കഥാപാത്രമാക്കി ചുരട്ടിയെറിഞ്ഞിട്ട് ഒരു തുതകവനെന്ത് ചെയ്യുന്ന കുതിരപ്പുറത്ത് പാതുപോയ കാട്ടാള് 10 മിനിറ്റ് കൊണ്ടുവന്ന് ഞാൻ ഈ ഖുർആന്റെ അഹിനികാരനാണെന്ന് പറഞ്ഞ മാനസിക പരിവർത്തനം എവിടെയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മക്കാ ഖുറൈശികളെ നോക്കി നിൽക്കവേ ആ പരിവർത്തനം എവിടെ നിന്ന? ആ പരിവർത്തനത്തിന്റെ തുടക്കം അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ആ മാനസിക പരിവർത്തനം ഉണ്ടായത് ഒരു നിമിഷം കൊണ്ട്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് ആദ്യം ഞാൻ നിങ്ങളെ തിരുത്തുകയാണ്. ഇന്ന് പകലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് ഭാര്യയോടും മക്കളോടും ഒക്കെ ചോദിച്ച് അടുത്ത 27-ാം ഇസ്തിഗ്ഫാറിൽ പങ്കെടുത്ത് അന്ന് മാറാം എന്ന് തീരുമാനിക്കാനുള്ളതല്ല മാനസാന്തരം. മാനസാന്തരം ഒരു നിമിഷത്തിന്റെ, ആ നിമിഷം ഈ സ്റ്റേജ്. പിന്നെ വേറൊരു ചിന്തയില്ല, അതിന് സമയമില്ല. നമ്മുടെയൊക്കെ ചിന്ത എന്താ? പെണ്ണുങ്ങളൊക്കെ ചിന്തിക്കുക ഇനിയിപ്പം മാറണമെങ്കിൽ ഒന്ന് ഉംറയ്ക്കൊക്കെ പോയി വന്നിട്ട്, ഹജ്ജിനൊക്കെ പോയി വന്നിട്ട്, അല്ലെങ്കിൽ അടുത്ത റമദാൻ. നമുക്കൊക്കെ തൗബയ്ക്ക് മാനസാന്തരത്തിനൊക്കെ ഒരു സമയം. എന്താ സമയം? ആ സമയം ഒരു റമദാൻ, അല്ലെങ്കിൽ ഈ നബിദിനം കഴിയട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഉംറ കഴിഞ്ഞ് വരട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ വേറൊന്നുമായി ബന്ധിപ്പിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളെ ക്രമീകരിക്കുക. അത് വലിയ അബദ്ധമാണ്. കാരണം ഇതിന്റെ ഇടയിൽ എപ്പോഴാ മരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കയ്യില് കാലുണ്ടെങ്കിൽ മരണത്തോട് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. കാശ് കൊടുത്ത് ക്ലോക്ക് വാങ്ങാം, പക്ഷെ കാശ് കൊടുത്തിട്ട് സമയം വാങ്ങാൻ പറ്റില്ല. മനുഷ്യന്മാരെങ്ങനെയല്ല, കാശ് കൊടുത്തിട്ട് ക്ലോക്ക് വാങ്ങാം, പക്ഷെ കാശ് കൊടുത്തിട്ട് സമയത്ത് വാങ്ങാൻ പറ്റും. പണം കൊടുത്തിട്ട് പുസ്തകം വാങ്ങാം, പണം കൊടുത്തിട്ട് അറിവ് വാങ്ങാൻ പറ്റും. പണം കൊടുത്ത് പുസ്തകം വാങ്ങാം, പക്ഷെ പണം കൊടുത്തിട്ട് അറിവ് വാങ്ങാൻ പറ്റും. പണം കൊടുത്തിട്ട് ക്ലോക്ക് വാങ്ങാം, പണം കൊടുത്തിട്ട് സമയം വാങ്ങാൻ പറ്റും. പണം കൊടുത്തിട്ട് രക്തം മേടിക്കാം, പക്ഷെ പണം കൊടുത്തിട്ട് ആയുസ് വാങ്ങിക്കാൻ പറ്റും. രക്താവശ്യമുള്ള രോഗിക്ക് ഒരു 1000 രൂപ 2000 രൂപ കൊടുത്ത് ആരെങ്കിലും രക്തം കൊടുക്കും, പക്ഷെ പണം കൊടുത്തിട്ട് രക്തം വാങ്ങാം, പക്ഷെ പണം കൊടുത്തിട്ട് ആയുസ് വാങ്ങാൻ പറ്റും.
പണം ഉണ്ടെങ്കിൽ വീട് വെക്കാം, പക്ഷെ പണം കൊണ്ടൊരു സ്നേഹമുള്ള കുടുംബം ഉണ്ടാക്കാം. പിന്നെന്ത് പണം? പിന്നെ ഇതിനൊന്നും ഈ പണം പറ്റൂലെങ്കിൽ പിന്നെ ഇതെന്തിനാ? എന്തിക്ക് നന്നായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയും ഇനി നമ്മുടെ അവനവന്റെ ചിന്തകൾക്കാണ് പ്രസക്തി. ആ ചിന്തകളില്ലാത്തിടത്തോളം കാലം എങ്ങനെയൊക്കെ ജീവിക്കുക, എങ്ങനെയൊക്കെയോ മരിക്കുക എന്നതിനപ്പുറം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവില്ല. ഏതൊരു ജീവിതത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. നമ്മുടെ എന്താ ലക്ഷ്യം? എന്താ നിങ്ങളൊന്ന് പറയും, എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താ? ആർക്കും ഒരു ലക്ഷ്യമില്ല. ഈമാനോടുകൂടി മരിക്കുക. ഞാനിപ്പോ ഈ ധാരാളം ആളുകൾ അതിന് വരുമ്പോ എന്നോട് പറയും, ഇപ്പൊ ഫേസ്ബുക്കിൽ ഇന്നത്തെ പരിപാടി പോസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ 400 കമന്റ് ഉണ്ട്. അതിന് മിക്ക കമന്റ് ഉസ്താദെ ഈമാനോടുകൂടി മരിക്കാന്ന് വെച്ചാണ്. എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് രണ്ടാമത് ചിന്തിച്ചാൽ മതി. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഈമാനോടുകൂടി ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഈമാനോടുകൂടി ജീവിച്ചാൽ പിന്നെ ഈമാനോടുകൂടി മരിക്കാമല്ലോ. നമ്മൾ ഏറ്റവും അവസാനം ഈമാനോടുകൂടി മരിക്കാൻ പറ്റും. എന്റെ ചിന്തയില്ല, പടച്ചോനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹു എന്ന എന്റെ എന്തുവാ ഇപ്പൊ പറഞ്ഞ ആളെയല്ല പറയാ. എന്റെ എന്തുവാ പടച്ചവനെ തവഫനി മുസ്ലിമും വലഹിക്കനി വിസാരിഹിന്ന്. പക്ഷെ ജീവിതത്തിലോട്ട് രണ്ടുമായിട്ടൊരു ബന്ധം നമുക്കില്ല. ഈമാനോടെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ ഈമാനോടെ മരിക്കാൻ കഴിയും? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈമാനോടെ ജീവിക്കുക എന്നുള്ളതാണ്. വളരെ ചിന്തിച്ചു നോക്കി. നമ്മളതുകൊണ്ട് പണ്ട് ചുംബന സമരത്തേക്ക് എതിർത്ത് ഞാൻ പ്രസംഗിച്ചതിന് എന്നെ വിളിച്ച് തെറിക്ക് വല്ല കണക്കുണ്ട്. ഇന്നിപ്പോ ചുംബന സമരത്തിന്റെ ഭാര്യയും ഭർത്താവും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ അറിഞ്ഞില്ല? നിങ്ങൾ അറിയാതിരിക്കും. അന്ന് ചുംബന സമരത്തിന് മറൈൻ ഡ്രൈവിൽ കെട്ടിപ്പിടിച്ചു നിന്ന് വാശിയോടെ പോലീസുകാരുടെ ബസ്സിൽ കയറിയപ്പോ രാത്രിക്ക് അടികൊള്ളണതിന്റെ ഇടയിൽ കിട്ടിയ സമയം കൊണ്ട് കെട്ടിപ്പിടിച്ച് ചുമ്മ കൊടുത്തൊരു ഭാര്യയും ഭർത്താവും. രാഹുൽ പശുപാലനും ലക്ഷ്മി നായരും രണ്ടുപേരും ഭാര്യയും ഭർത്താവും. ഇന്നിപ്പോ രണ്ടുപേരെയും പിടിച്ചു. രണ്ടുപേരും ഓൺലൈൻ മൺവാണിഭമാണത്രേ. ആ പെണ്ണിന് ഒരു രാത്രിക്ക് 80,000 രൂപ. ഞാനത് കേട്ടിട്ട് ചിന്തിച്ചുപോയി, പടച്ചതമ്പുരാനെ എല്ലാ രാത്രിയിലും ഓരോ പുരുഷന്റെ കിടപ്പറയിൽ പോയി അടിവസത്തിന്റെ കുടുക്കടിച്ചു കൊടുക്കുന്ന പെണ്ണിന് ഒരു രാത്രിയിൽ കൂടെ കിടത്താൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷൻ 80,000 രൂപ കൊടുക്കുന്നെങ്കിൽ അവളാരാ? ഓരോ രാത്രിയിലും കിടപ്പറ മാറി 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 കാമത്തിന്റെ പുതിയ സൂത്രവാക്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ച പെണ്ണിന് ഒരു രാത്രിയിൽ തന്റെ കിടപ്പറയിൽ കിടത്താൻ 80,000 കൊടുക്കുന്നു പുരുഷൻ അങ്ങോട്ട്. എന്നാൽ ഒരായുസ് മുഴുവനും തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി സമർപ്പിച്ച് തന്റെ മക്കളെ പ്രസവിപ്പിച്ചതുണ്ട്. പാതിരാത്രി നീ വരുന്നതും കാത്തു ഉറക്കമളച്ചിട്ട് കാത്തിരുന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ വാതില് തുറന്നതുണ്ട്. പുഞ്ചിരിയോടെ നിനക്ക് ചിരി സമ്മാനിക്കുന്ന, നിനക്ക് ഭക്ഷണം വെച്ച് തരുന്ന, നിനക്ക് വസ്ത്രമലക്കി തരുന്ന, അവസാനം വരെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണമെങ്കിൽ പെണ്ണിന്റെ വാപ്പ കാശ് ഇങ്ങോട്ട്. ആരാന്റെ കൂടെ കിടക്കണ പെണ്ണിനെ ഒരു രാത്രിക്ക് 80,000 കൊടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഇതേപോലെ ഒരു നല്ല പെണ്ണിനെ നിനക്ക് കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വാപ്പായോട് പൊള്ളാച്ചി ചന്തയിൽ പോത്തിനെ വെക്കണ കണക്ക് പറഞ്ഞ് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ് ആ പെണ്ണിനെ കൂട്ടി നീ ഇങ്ങോട്ട് വരിക. എന്തൊരു പുരുഷനാണ് നീ? ഒന്ന് ചിന്തിച്ചു നോക്കിയും കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കണ യഥാർത്ഥത്തെ തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താണെന്നറിയോ? ഏത് തോന്നിവാസത്തിനും ഇത് നല്ലതാണെന്ന് പറയാം. ഫറൂഖ് കോളേജിൽ ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചിരിക്കാൻ പാടില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. അവർക്ക് വാശി ഒന്നിച്ചിരുന്നേ പറ്റൂ. അവര് ചോദിക്കുന്നത് കാശ്മീരിൽ ഒന്നിച്ചിരുന്ന എന്താ കുഴപ്പം? ഈ ചർമ്മത്തിന്റെ പരസ്പരമുള്ള ഉരസലാണോ പ്രണയം? അതാണോ ലിംഗസമത്വം? ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ ചർമ്മം ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അവര് പറയുന്നു ഞങ്ങൾക്ക് ചേർന്നിരുന്ന് പഠിക്കണം. അവർ കാണും പെണ്ണും തമ്മിൽ കുട്ടി ഉരുമിയിരുന്നാലേ A+B²=2AB എന്ന് പറഞ്ഞാൽ ആ സമവാക്യം അവർക്കങ്ങ് മനസ്സിലാവും. എന്റെ ജീവിതത്തിൽ എനിക്ക് വൈരാഗ്യം ഇന്നേ വരെ തീരാത്ത 4 ഇംഗ്ലീഷ് അക്ഷരമുള്ളൂ. 1 Aയും Bയും, 2 Xും Yയും. ഞാൻ എന്റെ കണക്ക് ക്ലാസ്സിൽ പോയി പഠിച്ചെനിക്കിനോട് ഭയങ്കര വൈരാഗ്യം. അങ്ങും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇന്ന് മനസ്സിലായി. ടീച്ചർ കണക്ക് ടീച്ചർ X2 Y2 എന്നൊക്കെ പറയും. എനിക്ക് ആ 2 അക്ഷരം കണ്ട ഇപ്പോഴും വലിയ
എന്നാൽ ഞാൻ ഒന്നിനെ തോറ്റിട്ടില്ല കേട്ടോ. അന്ന് മുതൽ എനിക്ക് ആ രണ്ടക്ഷരക്കോട് ഭയങ്കര ഇന്ന് ലോകം മുഴുവനും തിന്മയെ ശരിവെക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത് ആർക്കും തെറ്റുപറ്റാം. ഇപ്പത് പ്രണയ ചുമ്മന സമരത്തിന്റെ വക്താക്കളാവട്ടെ ആവാം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ഞാൻ പറയുന്നവരെ വിമർശിച്ചുകൊണ്ടോ നിരാകരിച്ചുകൊണ്ടോ പറയലല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതെന്താ? ലോക ചരിത്രത്തിൽ എത്ര വലിയ തെമ്മാടിത്തരം ചെയ്തവനാണെങ്കിലും തന്റെ ഭാര്യയുടെ രാത്രിക്ക് 80,000 രൂപ കിടപ്പുറക്ക് വില പറഞ്ഞവനാണെങ്കിലും 1000 പേരെ ഒരേ ഒരു സമയത്ത് കൊന്നവനാണെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ അവരെ ആരെയും എഴുതിത്തുള്ള സമയമായിട്ടില്ല. ഞാനെന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, തെറ്റിരിയാത്ത ആളുകളാരാവുള്ളത്? അവൻ തന്റെ ഭാര്യയുമായി ലൈംഗിക വേഴ്ചയ്ക്ക് മറ്റൊരു പുരുഷന് കൂട്ടുനിന്നവനാണെങ്കിലും മദ്യക്കച്ചവടത്തിന്റെ അപ്പോസ്തലനാണെങ്കിലും അല്ലാഹു പറയാ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. പടച്ചറപ്പിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പശ്ചാത്തപിച്ച ഈ പാതിരാ സമയത്തന്നെ കേൾക്കാൻ ഈ ചേലക്കരയിലെത്തിയ ഓരോ ആണിനോട് പെണ്ണിനോട് ഞാൻ പറയാ, ജീവിതത്തിൽ ഇതേവരെ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇതേവരെ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതേവരെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ വ്യഭിചരിക്കുന്നവരാണോ? ഇപ്പോഴും നിങ്ങൾ മദ്യപിക്കുന്നവരാണോ? ഇപ്പോഴും നിങ്ങൾ പലിശ വാങ്ങുന്നവരാണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അന്യ പുരുഷനുമായി ബന്ധം സ്ഥാപിക്കുന്നവളാണോ നീ? വല്ലാഹി ഞാൻ പറയുന്നില്ല, നീ നാളെ നരകത്തിലാണെന്നല്ല ഈ സദസ്സിൽ ഞാൻ പറയാ. നീ നരകത്തിലാണെന്നല്ല, നീ നരകത്തിന്റെ തേളുകൾ നിന്നെ കൊത്തിപ്പറിക്കുമെന്നല്ല. പൊന്നമോളെ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാമോളെ. ഇതേവരെ നീ വ്യഭിചരിച്ചവളോ? ഇതേവരെ കള്ളു കുടിച്ചവനോ? പക്ഷെ ഈ സമയത്ത് ഈ സദസ്സിലിരുന്നിട്ട് അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ തിരിച്ചറിയാൻ വൈപോയി റബ്ബേ. ഈ നിമിഷം ഞാൻ എന്റെ ജീവിതത്തിന്റെ അധപ്പതനത്തിനോടും അനാശാസ്യത്തിനോടും അശ്ലീലത്തിനോടും വിട പറയാ. ഞാൻ നിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്യുകയാണെന്ന് ഈ സമയത്ത് നിന്റെ മനസ്സിനൊരു മാനസാന്തരം ഉണ്ടാവും. അടുത്ത സമയം നീ മരിച്ചു പെടഞ്ഞിട്ട് ഈ മണ്ണിലോട്ട് വീണാ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഉറപ്പാ. എപ്പോഴും പലരും പറയുന്നത് കല്ല് പിടിക്കുന്നവൻ നരകത്തിലാ. അത് പരമാർത്ഥമാണെന്നിരിക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സമയത്തൊന്ന് പടച്ചറപ്പിനെ ഓർമ്മ വന്നാൽ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർമ്മ വന്നാൽ, 100 പേരെ കൊന്നവന് മാപ്പ് കൊടുത്തവനല്ലോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സ് വയൽ പറയാൻ അത്ര പറ്റിയ സദസ്സല്ല. ഹബീബായ നബി തങ്ങളുടെ പേരൊരു സ്വലാത്ത് ചൊല്ലാൻ പോലും മറന്നു പോകുന്ന ആത്മീയതയുടെ സദസ്സുകളിൽ ഏറ്റവും വലിയ ലുബ്ധതയുടെ സമവാക്യമായി മാറുന്നവരോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കാര്യമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരൊരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ 1 രൂപ കൊടുത്താൽ 10 രൂപ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായിട്ടും ആ കച്ചവടത്തിന് മുതിരാത്തവനെ പിന്നെ ഏതും മണ്ടനെന്നാണ് വിളിക്കുക. എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് നിങ്ങൾക്ക് 10 സ്വലാത്താണ് തിരിച്ചു കിട്ടുക. സല്ലല്ലാഹു അലൈഹി അശ്റാ. അല്ലാഹു അപ്പോ തന്നെ 10 സ്വലാത്ത് തിരിച്ചു ചൊല്ലുമത്രേ. എന്നിട്ട് നമ്മൾ എന്റെ സൽക്കർമ്മത്തിന്റെ ലാഭേച്ഛകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ആ സൽക്കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താ? അതുകൊണ്ട് ഉറക്കെ പറയട്ടെ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു
يا سيد السادات جئتك قاصدا أرجو رضاك واهتمي بحماك والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك ഹബീബായ നബി തങ്ങളുടെ ചാരത്തിൽ നിന്ന് നാളെ പരലോകത്തിന്റെ ഹൗദുൽ കൗസറുണ്ട് പാനം ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിലും ഈ സദസ്സിൽ ഇരുന്നവര് വലിയ ഭാഗ്യവാന്മാരാ. 10 സലാത്തിനാ നിങ്ങളെ കൊണ്ട് ഞാനും നിങ്ങൾ മടക്കം ചെല്ലുമ്പോ ഇന്ന് 100 സലാത്തല്ലേ നമുക്ക് തിരിച്ചു കിട്ടിയത്. ചൊല്ലിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. 100 സലാത്തുകൾ പടച്ചറബ് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ഈ 10 മിനിറ്റ് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തിന്റെ വിലറിയാൻ കഴിയുന്ന ഒരാണിനോട് പെണ്ണിനോട് ഓർമ്മിപ്പിക്കുകയാ. ഏതും മഹാപാതകം ചെയ്തതാണെങ്കിൽ ശിർക്കൊടുകെ, ഏത് വ്യഭിചരിച്ചവനാകട്ടെ, കള്ളു കുടിച്ചവനാകട്ടെ, മദ്യപിച്ചവനാകട്ടെ, പൈശാചിക ദുർബോധനങ്ങളുടെ അറിയാതെ തെറ്റിലേക്ക് വീണവനാകട്ടെ, ഇവിടെ നിന്നിട്ട്